സിദ്ധാർത്ഥ് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് നീലിമയെ നോക്കി. അവൾ കിരണിനെ പറ്റിയാണ് പറയുന്നതെന്ന് അവന് മനസ്സിലായി. പക്ഷേ കമ്പനി സിദ്ധാർത്ഥിന്റേതാണ്. അപ്പോൾ മുതലാളിയുടെ സ്വഭാവദൂഷ്യത്തെപ്പറ്റി പറയുമ്പോൾ സിദ്ധാർത്ഥിനെ തന്നെയാണ് കുറച്ച്. ഇവളെ ഇനിയും അങ്ങനെ സംസാരിക്കാൻ അനുവദിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ അവൻ ഉടനെ വിഷയം മാറ്റി. അല്ല, നിനക്ക് ആ കമ്പനിയുടെ ഓണറെ മുൻപരിചയമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ അറിയാത്ത ഒരാളെ ജഡ്ജ് ചെയ്യാൻ പോകുന്ന? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് പിന്നെ ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോന്നേ ഉള്ളൂ. ഹാ, അങ്ങനെ വായി തോന്നിയത് പറയാൻ നിൽക്കണ്ട, സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു. അപ്പോഴും അവന് നീലിമയോട് ദേഷ്യപ്പെടാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇയാൾ ഇതെല്ലാ സമയം എന്തിനാണോ എന്തോ ഇങ്ങനെ മസിൽ പിടിച്ച് സംസാരിക്കുന്നത്? നീലിമ മനസ്സിൽ ചിന്തിച്ചു. അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചപ്പോൾ അവൾ എന്തോ മനസ്സിൽ പറയുന്നുണ്ടെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. അവൻ തന്നെ നോക്കുന്നത് കണ്ട് ഭയന്ന നീലിമ ഉടനെ അവിടെ നിന്നും മാറി. എന്തൊക്കെയോ പൊട്ടിത്തകരുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് കിരണിന്റെ അച്ഛൻ രാംദാസ് അവിടേക്ക് വരുന്നത്. അയാൾ മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ നിലത്ത് പൊട്ടിക്കിടക്കുന്ന ബിയർ കുപ്പിയും മറ്റുമാണ് കാണുന്നത്. കിരൺ, നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? എന്തു പറ്റി നിനക്ക്? കിരൺ അച്ഛന് മറുപടി കൊടുക്കാതെ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചുകൊണ്ടിരുന്നു. തന്റെ മുന്നിൽ വെച്ചുള്ള അവന്റെ ആ പ്രവൃത്തി രാംദാസിന് ഇഷ്ടമായില്ല. എങ്കിലും അയാൾ അപ്പോൾ കിരണിനോട് അതിനെക്കുറിച്ചൊന്നും പറയാൻ നിന്നില്ല. കിരൺ, കാര്യം പറയുന്നുണ്ടോ? രാംദാസ് ചോദിച്ചു. ആ സിദ്ധാർത്ഥനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. സ്റ്റാർഡം മീഡിയ നഷ്ടത്തിലായത് ഞാൻ കാരണാണ് പോലും, കിരൺ പുച്ഛത്തോടെ പറഞ്ഞു. രാംദാസ് അതിന് മറുപടി പറഞ്ഞില്ല. കിരണിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് സ്റ്റാർഡം നഷ്ടത്തിലായതെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അല്ല ഡാഡ്, അവൻ ആരാണെന്നാ ആ സിദ്ധാർത്ഥന്റെ വിചാരം? അവന്റെ മാത്രം കമ്പനിയൊന്നും അല്ലല്ലോ. മുത്തശ്ശൻ എല്ലാം അവന്റെ പേരിൽ എഴുതി വെച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഗതികെട്ട് ഇപ്പൊ അവനോട് സംസാരിക്കേണ്ടി വരുന്നത്. അല്ലായിരുന്നെ കാണായിരുന്നു. കിരൺ സിഗരറ്റ് വലിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. രാംദാസ് അതിന് മറുപടി പറഞ്ഞില്ല. അവന് എന്ത് അധികാരം ഉള്ളത് എനിക്ക് വാർണിംഗ് തരാൻ? കിരൺ വീണ്ടും ചോദിച്ചു. കിരൺ, മതിയാക്ക്. സ്റ്റാർഡം മീഡിയ നഷ്ടത്തിലാക്കിയത് നീയല്ലാതെ പിന്നെ ആരാ? രാംദാസ് നിയന്ത്രണം വിട്ട് ചോദിച്ചു. അച്ഛൻ അങ്ങനെ സംസാരിച്ചപ്പോൾ കിരൺ വല്ലാതെയായി. കമ്പനിയിൽ വരുന്ന മിക്ക മോഡൽസും നിന്റെ സ്വഭാവം കാരണം ജോലി വരെ വേണ്ടാന്ന് വെച്ചിട്ട് പോയത് ഓർമ്മയുണ്ടല്ലോ. മാത്രമല്ല, അവിടെയുള്ള എല്ലാ ലേഡീസിനും നിന്നെക്കുറിച്ച് പരാതി പറയാനേ നേരമുള്ളൂ, രാംദാസ് ദേഷ്യത്തോടെ പറഞ്ഞു. ഡാഡ്, ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? കിരൺ ചോദിച്ചു. പിന്നെ എപ്പോ പറയണം? നീ ഒറ്റൊരുത്തം കാരണമാണ് ആ സിദ്ധാർത്ഥ കമ്പനിയുടെ തലപ്പത്ത് വന്നത്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ മര്യാദയ്ക്ക് നിൽക്കാൻ. അങ്ങനെ നിന്നിരുന്നിൽ മുത്തശ്ശൻ ഇതെല്ലാം നിനക്ക് തന്നേനെ. അതെങ്ങനെ? കുറച്ചെങ്കിലും വിവരം വേണ്ടേ? രാംദാസ് വീണ്ടും പറഞ്ഞു. ഡാഡ്, ഞാൻ... കിരൺ വാക്കുകൾ കിട്ടാതെ പതറി. ഇതിപ്പോ സിദ്ധാർത്ഥ ലാസ്റ്റ് വാർണിംഗ് തന്ന സ്ഥിതിക്ക് ഇനിയെങ്കിലും മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ നോക്ക്. അവൻ ജോലിയിൽ നിന്ന് എടുത്തു കളയുമെന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും. ഓഫീസ് കാര്യങ്ങളിൽ ബന്ധം പോലും നോക്കാത്തവനാണ് സിദ്ധാർത്ഥ്, രാംദാസ് പറഞ്ഞു. അപ്പോ ഡാഡ് എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ സിദ്ധാർത്ഥിന്റെ അടിമയായി അവിടെ തന്നെ തുടരണമെന്നാണോ? കിരൺ ചോദിച്ചു. അതെ, പക്ഷേ മുമ്പ് നിന്നതുപോലെയല്ല. നീ ഇനി മുതൽ നിന്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി നല്ലവനായി സിദ്ധാർത്ഥിന്റെ കൂടെ നിൽക്കാൻ നോക്ക്, രാംദാസ് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കിരൺ പറഞ്ഞു. ദാ പൊട്ട, അങ്ങനെ നല്ലവനായി നിന്നാലേ നമുക്ക് നമ്മുടെ അവകാശം മേടിച്ചെടുക്കാൻ പറ്റൂ. അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് കിരണിനും തോന്നി. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഉറപ്പായും ഇപ്പോഴുള്ള സ്ഥാനം നഷ്ടമാവും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, കിരൺ മനസ്സിൽ ചിന്തിച്ചു. ഹലോ, യാ, നീലിമയാണ്. ഞാൻ സ്റ്റാർഡം മീഡിയയിലെ മാനേജറാണ് സംസാരിക്കുന്നത്. ഇയാളെ ഞങ്ങളുടെ കമ്പനിക്ക് ആവശ്യമുണ്ടെന്ന് പറയാനാണ് വിളിക്കുന്നത്. മറുതലയ്ക്കൽ നിന്ന് മാനേജർ പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് ആകെ അമ്പരപ്പ് തോന്നി. അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ചപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. സർ, സത്യമാണോ? നീലിമ അമ്പരപ്പ് മാറാതെ ചോദിച്ചു. അതെ, നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ, മാനേജർ പറഞ്ഞു. ശരി സർ, താങ്ക്സ്. നീലിമയ്ക്ക് വളരെ സന്തോഷമായി. ഒരു ജോലിക്കായി അവൾ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. ഡാഡി, അമ്മയ്ക്ക് ജോലി കിട്ടി, അശ്വിൻ കൊഞ്ചലോട് പറഞ്ഞു. ആഹാ, അച്ചൂട്ടന്റെ അമ്മയ്ക്ക് ജോലി കിട്ടിയതിന് അച്ചൂട്ടൻ ഞങ്ങൾക്കൊക്കെ എന്താ തരാൻ പോണത്? മല്ലിക കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചോദിച്ചു. ഞാൻ ചെറിയ കുഞ്ഞല്ലേ,
വളർന്ന വലിയ ആളായിട്ട് എനിക്ക് ജോലിയായ മല്ലിക മുത്തശ്ശിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാട്ടോ, അശ്വിൻ പറഞ്ഞു. അത് കേട്ട് ആ സ്ത്രീയുടെ കണ്ണു നിറഞ്ഞു. സിദ്ധാർത്ഥിന്റെ കുട്ടിക്കാലം മുതൽ അവനെ നോക്കി വളർത്തിയത് മല്ലികയാണ്. ഇപ്പോൾ അവന്റെ രൂപസാദൃശ്യമുള്ള ഈ കുഞ്ഞിനെയും. നീ സിദ്ധാർത്ഥിന്റെ മകൻ ആണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ അങ്ങനെ കാണൂ കുട്ടി, മല്ലിക അശ്വിനെ ചേർത്ത് പിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. മല്ലികയുടെ കണ്ണ് നിറഞ്ഞത് മറ്റാരും കണ്ടില്ല. അശ്വിൻ പറഞ്ഞ മറുപടി കേട്ട് സിദ്ധാർത്ഥ് അഭിമാനത്തോടെ അവനെ നോക്കി. മല്ലികാമ്മ പറഞ്ഞത് ശരിയാണ്. അവർ വരുന്നതിനു മുമ്പ് ആ വീട് വലിയൊരു കെട്ടിടം മാത്രമായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും അതൊരു വീടായത്. അല്ല, ഇനിയെന്താ പ്ലാൻ? അച്ഛനെ സ്കൂളിൽ ചേർത്തൂടെ? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ തരിച്ചു നിന്നുപോയി. ഷടാ, ഞാനിപ്പോ മനസ്സിൽ ചിന്തിച്ച അതേ കാര്യമാണല്ലോ ഇയാള് പറയുന്നത്. നീലിമ ആലോചിച്ചു. മറുപടി കേൾക്കാതെ ആയപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി. തന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന നീലിമയാണ് അപ്പോൾ അവൻ കാണുന്നത്. സിദ്ധാർത്ഥ് ചോദിച്ചു, ആ കാര്യമായിരുന്നു ഞാനും ആലോചിച്ചേ. പിന്നെ എനിക്കിവിടെ അധികം സ്കൂളൊന്നും പരിചയമില്ല, എവിടെ ചേർക്കുമെന്നറിയില്ല. നീലിമ പറഞ്ഞു. അതിനിപ്പോ എന്താ മോളെ ഇത്ര ആലോചിക്കാൻ? ഞാൻ നാളെ ഒന്ന് അന്വേഷിക്കട്ടെ. ഇവിടെ നിന്ന് അധികം ദൂരമില്ലാത്ത ഏതെങ്കിലും സ്കൂള് നോക്കാം, മല്ലിക പറഞ്ഞു. അയ്യോ, മല്ലികാമ്മ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ അന്വേഷിക്കാം, നീലിമ പറഞ്ഞു. മല്ലികയ്ക്ക് ആ വീട്ടിൽ തന്നെ ഒരുപാട് ജോലിയുണ്ടെന്ന് നീലിമയ്ക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ അവൾക്ക് തോന്നിയില്ല. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മോളെ, അച്ഛന്റെ കാര്യല്ലേ. അത് മല്ലികാമ്മ നോക്കട്ടെ, താൻ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, അവരുടെ സംസാരം ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ് പറഞ്ഞു. മല്ലികയ്ക്ക് അത് കേട്ട് സന്തോഷം തോന്നി.